അപ്പോൾ നമ്മളെ നേരത്തെ ഫുഡ് വേസ്റ്റൊക്കെ ഏകദേശമൊക്കെ ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ പോത്തുകൂട്ടം നമ്മളെ തീറ്റയ്ക്ക് കാത്തിക്കുക കേട്ടോ. സാധാരണ നമ്മൾ നോർമൽ ദിവസങ്ങളിൽ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പം നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതിയല്ലോ കാര്യങ്ങൾ. കോഴികൾക്കുള്ള തീറ്റയാണ്. അരിത്തവിടും കുറച്ച് അരിയും കൂടെ അരിപ്പൊടിയൊക്കെ പാടെ കൂടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് മീൻ വേസ്റ്റ് കൊണ്ടുവരണം, അത് അരിയും കൂടി. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പേ നമ്മുടെ ഈ ആർച്ചിൽ ശതാവരിയാണ് പോലെ കേട്ടോ. വലിയ ഐഡിയ ഒന്നുമില്ല, പറഞ്ഞു കേട്ടാണ്, ഇവരൊക്കെ പറഞ്ഞത് കേട്ടോ. ശതാവരിൻ്റെ പൂ പൂത്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വെറൈറ്റി സ്മെല്ലാണ് കേട്ടോ. മറ്റേ പാലയുടെ സ്മെല്ലൊന്നല്ല, വേറെ സ്മെല്ല്. അത്ര വലിയൊരു നല്ല സ്മെല്ലല്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ സ്റ്റാർ ഇവിടെ ഉണ്ട് കേട്ടോ. രാത്രി വേറെ പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ. നമ്മൾ ആർച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുക കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് നമ്മളൊരു കുമ്പളങ്ങയെ ആ ഒരു പോസ്റ്റിൽ ഉണ്ട്, അത് പറിക്കാനുള്ള അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് പറിക്കുക. അമ്മ ഉണ്ട്, മോനിഷിക. അപ്പോൾ വാ, കുമ്പളങ്ങ പറിക്കാൻ നമുക്ക് കേട്ടോ. നമ്മളെ മതിൽ, താൽക്കാലിക മതിൽ തുറന്നു വേണം പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ വലവേലിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കിംഗ് ആട്ടോ. അപ്പോൾ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നില്ല. ലിയ പുറത്തേക്ക് തന്നെ പോകണില്ല കേട്ടോ. ലിയ കട്ട ലോക്കാണ് ഇപ്പോൾ. വണ്ടി കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് ഇതിങ്ങനെ മാറ്റണം, എന്നിട്ടേ കയറാൻ പറ്റുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് പുറത്ത് തന്നെ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്തിട്ട് തുറന്ന് കയറിപ്പോവാം. ബാ. അപ്പോഴേ കുമ്പളങ്ങ അതാട്ടോ. മറ്റേ KSEBക്കാർ ലൈന് ക്ലിയർ ആയതപ്പോൾ കുമ്പളത്തിൻ്റെ വള്ളിയും പോയിട്ടോ. ആ കൊന്നേമെന്ന് ഇവിടുന്ന് വന്നതാണ്. അപ്പോൾ ഏതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പറിക്കല്ല, വേറെ രക്ഷയില്ല. മാത്രമല്ല വള്ളി പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പറിക്കട്ടോ. അമ്മ പറിച്ചേ. പതുക്കെ എടുക്കുകയാണെങ്കിൽ വള്ളി പൊട്ടാതെ കിട്ടില്ല. അപ്പം അതൊക്കെ വലിച്ചാൽ വള്ളി പൊട്ടിയെടുക്കാം. പൊട്ടിച്ചാൾക്ക് കിട്ടില്ല അമ്മ. എന്നാ വലിച്ചു പൊട്ടിച്ചല്ലെങ്കിൽ അതിൻ്റെ കിട്ടിയില്ല ഗായ്സ്. നമ്മളെ ചാടിപ്പോയി, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. കുമ്പളങ്ങ കിട്ടിട്ടോ. അപ്പം ഒന്ന് ഉച്ചയ്ക്ക് കുമ്പളങ്ങ കറിയാണേ. അപ്പോൾ നമ്മൾ ഒരു നൊക്ലാച്ച് ഫീലിന് വേണ്ടിയിട്ട് വള്ളിന്ന് കളഞ്ഞിട്ടില്ല കേട്ടോ. വാ, നേരെ അടുക്കള കൊണ്ടുവയ്ക്കാം. അപ്പേ നമ്മൾ പോത്തുകുട്ടിന് കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുക കേട്ടോ. ഇത് ഉറുമാമ്പഴം, അതായത് ഇന്നലെ നമ്മൾ കഴിച്ചതാട്ടോ. കഴിച്ചതിൻ്റെ തൊലിയാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതും പഴത്തിൻ്റെ തൊലിയൊക്കെ ഇഷ്ടമാണ്. അതേപോലെ ഇന്നലെ നമ്മൾ കഴിച്ച ബാക്കി കപ്പ കേട്ടോ, പുളേൻ്റെ ബാക്കി. ഇനി പ്രധാനപ്പെട്ട ഐറ്റം കേട്ടോ. ഓനിക്ക് നല്ല പോത്തുകൾക്കായാലും കോഴികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ഒരു ഗോതമ്പ് തവിട്. നല്ല വിലയാണ്, 32 രൂപയാണ് കിലോന്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വാങ്ങി ഇങ്ങനെ നമുക്ക് ശീലമാക്കണം കേട്ടോ. അവന് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ചാക്കെടുക്കുകയാണെങ്കിൽ ഒരു 28 രൂപയൊക്കെ കിട്ടും. അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ലൂസായിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു 32 രൂപയൊക്കെയാണ്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കൊടുക്കുക. ഇതാണ് മെയിൻ ഫുഡ്. ഇതാണ് ഗോതമ്പ് തവിട്. പതുക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതിലാണ്. അതിക്ക് ഗോതമ്പ് തവിടിനെ അപേക്ഷിച്ച് വില കുറവുള്ളൊരു സാധനമാണ്
അരിത്തവിട് കേട്ടോ. അരിയുടെ തവിടാണ് ഇത്. വില കുറവാണ്, അതായത് 25 രൂപയുള്ളൂ ഇതിന് 1 കിലോന്. ഇങ്ങനെ എടുത്താൽ 25 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു 1-2 പാത്രമൊക്കെ ചെറുതായിട്ട് മിക്സ് ചെയ്യാം. ശരിക്ക് നമുക്ക് കൊടുത്ത് ശീലാക്കേണ്ടത് അരിത്തവിടാണ്, കാരണം ചിലവ് കുറവാണ്. മറ്റേത് വലിയ എക്സ്പെൻസ് കൂടുതലാണ് ഗോതമ്പ് തവിട്. അപ്പോൾ നമ്മളെ നേരത്തെ ഫുഡ് വേസ്റ്റൊക്കെ ഏകദേശമൊക്കെ ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി ഇത് കണ്ടോ, ഈ ഒരു വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഗോതമ്പ് തവിടിൻ്റെ ടേസ്റ്റ് കേട്ടോ അവർക്ക് താല്പര്യമുള്ളത് അത് കൊടുത്താലേ കഴിക്കുള്ളൂ. മറിച്ച് നമ്മൾ പതുക്കെ അരിത്തവിടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അരിത്തവിടും ശീലമാക്കുക. എന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ചിലവ് കുറവാണ്. ഗോതമ്പ് തവിട് മാത്രമാകുമ്പോൾ ഭയങ്കര ചിലവാണ്. അതേപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വെക്കിടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ കൊടുത്ത് ശീലമൊക്കെ ഒന്നിച്ച് ഒരുപാട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിക്കും. പക്ഷേ ദാനക്കേട് വിഷയങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നിച്ച് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ പോലെ തന്നെ കേട്ടോ, സംഭവം വ്യത്യാസമൊന്നുമില്ല. അപ്പോഴേ അവിടെ കാത്ത് നിൽക്കുക കേട്ടോ. ഇത് കൊടുത്തിട്ട് വേണം പുഴ കൊണ്ടേ കെട്ടാൻ. അപ്പോൾ നമുക്ക് കാത്ത് നിൽക്കുക കേട്ടോ. ബാ കാണിച്ചു തരാം. അപ്പോൾ പോത്തുകൂട്ട നമ്മളെ തീറ്റയ്ക്ക് കാത്ത് നിൽക്കുക കേട്ടോ. സാധാരണ നമ്മൾ നോർമൽ ദിവസങ്ങളിൽ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പം നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ പതുക്കെ ചെയ്താൽ മതിയല്ലോ കാര്യങ്ങൾ. മറ്റു ദിവസങ്ങളിലൊക്കെ നമ്മൾ രാവിലെ നേരത്തെ എൻ്റെ കാര്യങ്ങൾ കഴിച്ചിട്ട് പുഴ കൊണ്ട് കിട്ടിയിട്ട് നമ്മൾ ബാക്കി കാര്യത്തിന് പോവാം. അപ്പോൾ ഇന്ന് ഏതായാലും പതുക്കെ ചെയ്യണത്. ആൾ ഒരുപാട് സമയത്ത് കാത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് കൊടുക്കാം കേട്ടോ. വാ. അപ്പോൾ മെയിനായിട്ട് ഗോതമ്പിൻ്റെ തവിട് കേട്ടോ, അതാണ് ഏറ്റവും അതിന് താല്പര്യം കേട്ടോ. അപ്പോൾ അതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ. ബാക്കി എന്തെങ്കിലുമൊക്കെ അരിത്തവിട് നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ നമ്മൾ ഗോതമ്പ് തവിടാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം ഇങ്ങനെ കൊണ്ടുവന്ന സ്ഥലത്തായാലും എല്ലായിടത്തും ഗോതമ്പ് തവിടാവും മെയിനായിട്ട് കിട്ടുക. ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ സുഖം ഗോതമ്പ് തവിടാണ്. എല്ലാ കടകളിലും എല്ലാ സ്ഥലത്തും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് എനിക്ക് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇവന് കഴിക്കണത് തന്നെ കേട്ടോ. പതുക്കെ നമ്മൾ അരിത്തവിടേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റാന്നുള്ളൊരു തീരുമാനത്തിലാണ്. കാരണം നല്ല ചിലവാണ് ഗോതമ്പ് തവിട്. 32 രൂപയും ഒക്കെയാണ് ചിലവ്. എന്തായാലും കഴിക്കുന്നുണ്ട്, കഴിക്കട്ടെ കേട്ടോ. ഇതേ കോഴികൾക്കുള്ള തീറ്റയാണ്. അരിത്തവിടും കുറച്ച് അരിയും കൂടെ, അരിപ്പൊടിയൊക്കെ പാടെ കൂടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് മീൻ വേസ്റ്റ് കൊണ്ടുവരണം. അത് അരിയും കൂട്ടി ഒന്ന് വേവിക്കും. എന്നിട്ട് അതും ഈ തവിടും എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ആണ് മീനുകൾക്ക് കോഴികൾക്ക് കൊടുക്കുന്നത്. അതിൽ കാൽസ്യം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കോഴികൾ മുട്ടടാനും താറാവും മുട്ടടാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കോഴികളെ വിട്ടിട്ടില്ല, അത് വിട്ടിട്ട് തിന്നാണ്ട് എടുത്തേക്ക്. മീൻ വേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടമാനം തിന്നും. നല്ല സ്മെല്ലും ആണല്ലേ. പക്ഷേ ഇപ്പോൾ വേവിക്കൽ തുടങ്ങിയപ്പോ പച്ചക്ക് കൊടുക്കൽ കുറച്ച് സ്മെല്ല് കൂടുതലാണ്. ഒരു ദിവസം പച്ചക്ക് കൊടുത്തന്ന് മുഴുവൻ തിന്നണില്ല, ആകെ കൊത്തി വലിച്ചു കൊണ്ടുകൊടുക്കുക. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെന്തെങ്കിലും പണിക്ക് ഇറങ്ങുമ്പോൾ. എല്ലാ പോക്കെയായിട്ടൊന്നും നമ്മൾ ഒരു കാര്യം ചെയ്യൂല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ മൈൻഡ് വയ്ക്കാതെ പോവുക.
നമ്മക്കറിയില്ല, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴാണ് കൂടുതലേ. അപ്പൊ കോഴികളെ തീറ്റൊക്കെ റെഡിയാണ്. ഇനി കോഴികളെ വിടാം. അപ്പോൾ താറാവുകൾക്ക് കുളിക്കാനുള്ള വെള്ളം റെഡിയാക്കാട്ടോ അമ്മ. ഇത് തിന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ കുളത്തിലേക്ക് പോയിട്ട് ചാടുവരെ പരിപാടി കേട്ടോ. അപ്പോൾ ഇവർ പോവാത്തെന്താ വെച്ചാൽ വെള്ളം റെഡി ആവാത്തതുകൊണ്ട് കേട്ടോ. വെള്ളം റെഡി ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് എന്ത് ചെയ്യും, ഒരു നേരെ പോയി കുളത്തിൽ ചാടും കേട്ടോ. അപ്പോൾ കാത്ത് കേട്ടോ അമ്മ എപ്പോഴാണ് കുളം റെഡിയാക്കിയിട്ട് പുതിയ വെള്ളം അടിക്കുന്നത് അപ്പോൾ ചെന്ന് ഓലെന്ത് ചെയ്യും, പോയി വെള്ളത്തിൽ ചാടും. അപ്പം ഞാൻ ആ വെള്ളം തുറന്നു വിട്ടപ്പോഴേ ഒരു മുളയിൽ കുറച്ച് ചെതൽ കണ്ടു. അത് കോഴിക്കുട്ടികൾക്ക് കൊടുക്കാം നമുക്ക്. അപ്പോൾ കോഴിക്കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായിട്ട് അപ്പോൾ നേരെ പുറത്തേക്ക് ഇറക്കുന്ന സമയമായിരിക്കും. നേരെ ചാടി ഈ ഒരു ഇതുണ്ട് പട്ടികയിൽ കയറി നിൽക്കും. എന്നാണോ പുറത്തിറങ്ങി പോവല്. അതിൽ നേരെ കൊടുക്കട്ടോ. അത്യാവശ്യം അതിലുണ്ടല്ലേ. പോത്തൻകുട്ടീനെ കൊണ്ടുപോണ സമയം കഴിഞ്ഞിട്ടുണ്ടാവും, കരയിൽ തുടങ്ങിയത്. അപ്പോൾ 8 മണീന് മുന്നേ കൊണ്ട് കിട്ടുന്നതല്ലേ. പോവാനായോ? അപ്പോൾ പോത്തിനും കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്തു. ഇനി ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ മനുഷ്യ ചായക്കടിയൊക്കെ കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഇഡലിയും സാമ്പാറുമാണ് ചായക്ക്. നമുക്ക് കുടിക്കാം.
അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇനി വിളമ്പാം. അപ്പോൾ ഇഡലിക്ക് സാമ്പാറാണ്. നേരത്തെ പറിച്ച കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കറി വയ്ക്കും. അപ്പോൾ ഇഡ്ഡലിയും അടിപൊളി സാമ്പാറും കൂട്ടി ചായ കുടിക്കാൻ കഴിച്ചു നോക്കാം. സൂപ്പറാ. അപ്പോൾ നമ്മളെ അടിപൊളി ഇഡ്ഡലിയും പിന്നെ മോനിച്ചേൻ്റെ സ്പെഷ്യൽ സാമ്പാർ കേട്ടോ. അതുപോലെ രസമുണ്ടേ. കൂട്ടി കിഴങ്ങും അതേപോലെ ക്യാരറ്റൊക്കെ കൂട്ടിയാണ്. ഞായറാഴ്ചകളിൽ ഇതേപോലെ ഇങ്ങനെ പതുക്കെ റിലാക്സ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഓടാനൊന്നുമില്ലല്ലോ. അങ്ങനെ കറക്റ്റ് ഇവിടെ നിന്ന് രാവിലെ 9 മണിക്ക് ശേഷമൊക്കെ വൈകി എണീറ്റിട്ട് പതുക്കെ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ അടിപൊളി നമ്മൾ സാമ്പാറും ഇഡ്ഡലിയും നമ്മൾ പാൽ ചായ കേട്ടോ ഇങ്ങനെ കൂട്ടി സെറ്റാക്കാം. അപ്പോഴേ ഞങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി ലിയോയ്ക്കുള്ള ചായയും കടിയും ചായല്ല കടി കൊടുക്കട്ടെ. കുറേ നേരമായോ അങ്ങനെ കച്ചറ ഉണ്ടാക്കണം. അടി കിട്ടട്ടോ തരും.